ഞാൻ വിളിക്കാവേ. ആദി എന്തോയേ ഹലോ ഓക്കെ ആയോ? അവള് മെസ്സേജ് അയച്ചോ? അവള് മെസ്സേജ് അയച്ചോ? ഇവനോട് പോവാ? നീ എങ്ങോട്ടാ? സാറേ ഞാനൊന്ന് ടോയ്ലറ്റ് വരെ. നീ പീരീഡ് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കിയാൽ മതി. കയറിയിരി. അതിൻ്റെ ഇടയ്ക്കോടെ പിള്ളേരെ നിങ്ങളുടെ IV ക്യാൻസൽ ആയി കേട്ടോ. അതെന്താ സാറേ? എൻ്റെ പൊന്നു കൊച്ചെ ആകെ വരാന്ന് പറഞ്ഞത് 8 പേരാ. സാറേ ആ പറഞ്ഞ എമൗണ്ട് ഒന്ന് കുറച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നാൽ നീയൊക്കെ പറയുന്ന പൈസയ്ക്ക് IVക്ക് പോകാൻ പറ്റുമോ? നീയൊക്കെ വേണേ പോയാൽ മതി. ഇയാൾക്ക് കൂടെ മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? നീ ഇറങ്ങി വന്നാടാ നീ. സാറേ സാറേ ഞാൻ അറിഞ്ഞോട്ടല്ല. നീ ഇനി വാ, അടുത്തോട്ട് വാ. നീ ആദ്യം എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പിടിക്കേ. ഞാൻ പറയാം. അവനാണെങ്കിൽ ക്ലാസ് ഇറങ്ങിപ്പോയല്ലോ. എടാ തന്നോട് എത്ര വട്ടം പറയണം? പിള്ളേരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ പണി നിർത്തിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകണം. നല്ല ചോണയുള്ള പിള്ളേർ പുറത്ത് വേറെ നിൽപ്പുണ്ട്. സാർ പറയാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റില്ലേ സാർ? അതല്ലേ തന്നോട് പറഞ്ഞേ. തനിക്ക് പറ്റില്ലേ കളഞ്ഞിട്ട് പോ. ആ ഒരു കാര്യം ചെയ്, അവരോട് പറഞ്ഞേക്ക് അവരുടെ IV ക്യാൻസൽ ചെയ്തെന്ന്. ഓക്കെ? എടാ നിന്നെയൊക്കെ എന്തിനാടാ പഠിപ്പിക്കുന്നത്? ഈ വർഷം എല്ലാം കണക്കാ. എല്ലാം പൊട്ടിയിട്ടുണ്ട് എല്ലാത്തിനും. ചുമ്മാ ഒരു കാര്യമില്ലാതെ. രമേശൻ 10, പിന്നെ സുമേഷിന് 5 ഉള്ളൂ. നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നത്? 2 ആർക്കാ? സതീഷിന്. പിന്നെ മാഷേ എവിടെ ആയിരുന്നടാ? കുറച്ച് പണിയുണ്ടായിരുന്നു. കയറിയിരി. ഇങ്ങനെ കുറേ അവന്മാരുണ്ട്. താമസിച്ചും വരും. അവന്മാർക്കൊക്കെ കൊട്ടപ്പടി മാർക്കുവാ. എന്തിനാണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോവലുകളെ പറ്റിയാ. ഈ നോവൽ എന്നത് അനേകായിരം വാക്കുകൾ അടങ്ങിയ നീണ്ടൊരു കഥയാണ്. നിനക്ക് ഈ കത്ത് എവിടെ നിന്ന് കിട്ടിയേ? അവളെ വീട്ടിൽ നിന്ന്. നിനക്ക് അവളെ വീട്ടിൽ പോകാൻ അറിയാമോ? നീയല്ലേ കൈ കൊണ്ടുപോയി? നിനക്ക് പോകാൻ അറിയാമോ? എന്നാ വാ പോവാം. മാഷ് നീ വാ പോവാം. വാ ചുമ്മാ. എന്നാടാ മാഷെ അത്യാവശ്യം പോയിട്ടുണ്ട്. എങ്ങോട്ടാ? വീട്ടിലോട്ടാ. ഇതെന്നാ കയ്യിലെന്നോ? സാറേ ഒന്നുമില്ല. ഇങ്ങി വന്നേ. രണ്ടും ഇങ്ങി വാ. വാ. ഇതെന്നാ? ഒന്നുമില്ല മാഷെ. ഒന്നുമില്ല. എന്നാ ഇത്? ഒന്നുമില്ല മാഷെ. കാണിച്ചു. ഇതെന്നാടാ ഇത്? ഇതെന്നാടത്? പ്രേമലേഖനോ? പ്രിയപ്പെട്ട ആദിക്ക്
എടാ എല്ലാരും കേക്കണേ, പ്രിയപ്പെട്ട ഹാദിക്ക്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ നിനക്ക് വിഷമം ഉണ്ടാക്കും. ആണോ? നിനക്ക് വിഷമം ഉണ്ടാക്കുവോടാ? ഞാൻ പലപ്പോഴായി നമ്മുടെ കാര്യങ്ങളെ പറ്റി ആലോചിച്ചു. നമ്മുടെ മനസ്സുകൾ നമ്മുടെ മനസ്സുകളെ ഒരിക്കലും ചേരില്ല. ചേരാത്ത പണിക്ക് നീ എന്തിനാടാ പോകുന്നേ? എനിക്ക് നിന്നോട് നേരിട്ട് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള ധൈര്യം എനിക്കില്ല. ധൈര്യമില്ല പിന്നെ എന്തിനാടാ ഈ പണിക്ക് പോകുന്നത്? ഇത് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനാണ്, കേട്ടല്ലോ? നല്ലതിനാ. ഇത് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയായിരിക്കും. നീ വിശ്വസിക്കണം, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന്. കേട്ടോ? എല്ലാവരും കേട്ടല്ലോ? നല്ലൊരു ഭാവി അവനുണ്ടാവും. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവളും ആഗ്രഹിക്കുന്നു. പിന്നെ എന്നാ വേണ്ട നിനക്ക്? എന്ന് നിന്റെ സ്വന്തം അല്ലല്ലല്ല തിരുത്തുണ്ട്, പ്രിയ കൂട്ടുകാരി അസ്ന. ആരാടാ ഈ അസ്ന? ആരാന്ന്? മാഷ കത്തിങ്ങന്നെ. ഡാ വാ പോവാം. ഡാ എവിടെ പോവാടാ? മാഷേ ഡാ എടാ അത് നീ എന്തോ കാണിക്കാൻ പോവാ? നീ വന്നാ മതി. എടാ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോന്നേ? എടാ പറയുന്നേ കേക്കടാ. നീ അകത്തോണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് ഇറങ്ങി വാടി. ആദ്യം അടങ്ങിയ ആൾക്കാരാണോടാ? ഇത് കോപ്പയിൽ നോക്കട്ടെ. ഞാൻ പറയാനുള്ള എല്ലാം പറയും. മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നുണ്ടാ? ഒച്ച വെക്കാതെ നിന്നോട് ആരപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എടാ നാട്ടുകാർ കണ്ട് എന്താ വിചാരിക്ക? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇവന്റെ കത്തെഴുതി കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ എന്തുണ്ടാക്കാനാ നീ വന്നേ? ഒരു കത്തിലെല്ലാം എഴുതി ഉണ്ടാക്കി കളയാന്ന് വിചാരിക്കണ്ട. മനുഷ്യനെ കൊണ്ട് 100 കൂട്ടം സ്വപ്നം കാണിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ എന്ത് സ്വപ്നം കണ്ടു എന്നാ പറയണേ? എടാ നീ എന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ടാ? എന്നെ ഒരു വട്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാ? നീ ഇപ്പോഴും നിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല നീ എന്റെ അടുത്ത് വന്നിട്ടുള്ളൂ. നീ ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് വയ്യ, ഒന്ന് ഒഴിഞ്ഞുപോ. എടാ ആദി, എന്തോ എല്ലാം ഓക്കെ ആയോ? അവള് മെസ്സേജ് അയച്ചോ? നീ നിന്റെ ഫോൺ എടുത്തേ. എന്താടാ ഫോൺ ഇടറാ. അല്ല കാര്യം എന്തുവാ? ഫോൺ ഇടറാ മയിലേ. എടാ എടാ നീ കണ്ടോട്ട് വന്നേ. സാറാ ഈ മയിരാ. നിനക്ക് മാത്രം എന്നോട് അത്ര പ്രശ്നം? കുറെ നാളായവൻ. തനിക്ക് എന്താണ് എന്നോട് മാത്രം അത് ശരിക്ക്? ഇതോടെ തീരുന്നേ അങ്ങ് തീരട്ടെ. Ah!